പോകുന്നു. ഇന്ന് ചാച്ചാജിയുടെ ജന്മദിനം. ലാലലാലലാ 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 ലാലലാലലാ. ഒത്തുചേർന്നിടാം ഒത്തുപാടിടാം ആശംസകൾ ചൊല്ലിയാടിടാം. ഒത്തുചേർന്നിടാം ഒത്തുപാടിടാം ആശംസകൾ ചൊല്ലിയാടിടാം. ചാച്ചാജിയുടെ ജന്മദിനമായി കുഞ്ഞുങ്ങൾക്കെല്ലാം ഉത്സവനാളായി. ചാച്ചാജിയുടെ ജന്മദിനമായി കുഞ്ഞുങ്ങൾക്കെല്ലാം ഉത്സവനാളായി. നമ്മുടെ തോയൻ ചാച്ചാജിക്ക് റോസാപ്പൂക്കൾ സമ്മാനിക്കാം. നമ്മുടെ തോയൻ ചാച്ചാജിക്ക് റോസാപ്പൂക്കൾ സമ്മാനിക്കാം. നല്ല ചെയ്താൽ നല്ല വാക്കൽ, നല്ല ചെയ്താൽ തിന്മകറ്റാം. നല്ല ചെയ്താൽ നല്ല വാക്കൽ, നല്ല ചെയ്താൽ തിന്മകറ്റാം. ലാലലാലലാ 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 ലാലലാലലാ. ഒത്തുചേർന്നിടാം ഒത്തുപാടിടാം ആശംസകൾ ചൊല്ലിയാടിടാം. ആശംസകൾ ചൊല്ലിയാടിടാം. താങ്ക് യു. കുട്ടികൾക്കുമായി നെഹ്റു സ്വപ്നം കണ്ട അനിവാര്യതകൾ. കുട്ടികളുടെ അവകാശങ്ങൾ, പരിചരണം, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതാണ് ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത്. നെഹ്റുവിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനാവാതെ കളിച്ചും ചിരിച്ചും ചെലവഴിക്കേണ്ട ബാല്യത്തിൽ ജീവിതത്തിൽ ദുർഘടമായ ചുമട് വഹിക്കാൻ നിർബന്ധിതരാകുന്ന കുട്ടികൾ ഒട്ടേറെയുണ്ട്. രാജ്യത്ത് ബാലപീഡനങ്ങളുടെ വാർത്തകൾ ദിവസേന കൂടിവരുന്നു. കുട്ടികളുടെ ആത്മഹത്യ നിരക്ക് വർദ്ധിക്കുന്നു. ലഹരി മരുന്നുകൾക്ക് അടിമപ്പെടുന്ന കുട്ടികളുടെ എണ്ണവും ഭയപ്പെടുത്തുന്നതാണ്. ഈ ശിശുദിനത്തിൽ ചാച്ചാജി നമ്മളോട് പറഞ്ഞ ഒരു വാക്കിൽ നമ്മൾക്ക് ഓർക്കാം. കുട്ടികളും പൂക്കളും മൃദുലവും നിർമ്മലവുമാണ്. അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ. നിരവധി നിയമങ്ങളാണ് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി നിലകൊള്ളുന്നത്. അധികൃതർ ഇത് ശ്രദ്ധിച്ച് കുട്ടികൾക്ക് കൂടുതൽ സംരക്ഷണം നൽകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചുണ്ടിൽ പുഞ്ചിരിയും നെഞ്ചിൽ റോസാപ്പൂവും ചൂടിക്കൊണ്ട് വരുന്ന നെഹ്റുവിന്റെ എല്ലാവർക്കും എന്റെ ശിശുദിന ആശംസകൾ. ഇന്ന് നവംബർ 14 ശിശുദിനം. സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹത്തെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നു. രാജ്യത്തെ കുട്ടികളുടെ ഭാവിയാണ് ഇന്ത്യയുടെ ഭാവി എന്ന് അദ്ദേഹം വിശ്വസിച്ചു. മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും മകനായി 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ചു. ചാച്ചാജി എന്ന സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന അദ്ദേഹത്തിന് കുട്ടികളെ വളരെയേറെ ഇഷ്ടമായിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ കാര്യങ്ങൾക്കും അദ്ദേഹം വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ബാലവേലയും കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. സ്വാതന്ത്ര്യ സമര സേനാനിയും ശക്തനായ നേതാവും രാഷ്ട്രീയ ശില്പിയും ആയിരുന്ന അദ്ദേഹം മുതിർന്നവർക്കായി എനിക്ക് സമയം ഉണ്ടായി എന്നിരിക്കില്ല, പക്ഷെ കുട്ടികൾക്കായി എത്ര സമയം മാറ്റിവെക്കാനും ഞാൻ തയ്യാറാണ്. ചാച്ചാജിയുടെ ഈ വാക്കുകൾ കുട്ടികൾക്കായുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യത്തെ ഏറിയ സൗന്ദര്യത്തോടെ വർണ്ണിക്കുന്നു. എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഗുണമേന്മയേറിയ കുട്ടിക്കാലം, ഉയർന്ന വിദ്യാഭ്യാസം എന്നിവയാണ് ഇന്ത്യയിലെ എല്ലാ നമസ്കാരം, ഞാൻ ഖദീജ സൈനബ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ ആദ്യമായി ഞാൻ നേരുന്നു. നമ്മുടെ കാലത്ത് നമ്മുടെ ഈ നാട്ടിൽ കുറേ മഹാന്മാരായ വ്യക്തികൾ ഉണ്ടായിരുന്നു. ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാനാണ് നമ്മുടെ
നമ്മുടെ ചാച്ചാജി ജവഹർലാൽ നെഹ്റു. കുട്ടികളെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് അദ്ദേഹത്തെയും. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ജുബയുടെ പോക്കറ്റിൽ കുട്ടികളുടെ ഓർമ്മയ്ക്കായി ഒരു റോസാപ്പൂവ് വെക്കുമായിരുന്നു. ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അദ്ദേഹം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ധന്യരാക്കി മാറ്റിയെടുത്ത ഒരു മഹത് വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഈ നൂറ്റാണ്ടിനെ വരവേൽക്കാൻ ചരിത്രത്തിന്റെ മലരണ കാടുകളിലെ ഒരു ചെമ്പരന്റെ പൂവാണ് നമ്മുടെ ചാച്ചാജി. കൂടാതെ ഒരിക്കലും വാടാത്ത ഒരു വാടാമലർ. മനുഷ്യാവകാശത്തിനു വേണ്ടിയും ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടിയും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും പോരാടിയ ഒരു മഹത് വ്യക്തി കൂടിയാണ് നമ്മുടെ സ്വന്തം ചാച്ചാജി. ലോക സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ഉയർത്തിച്ച സാമ്രാജ്യത്തിന്റെ ശക്തികൾക്കെതിരെ പോരാടിയ ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു. ഇതാ ഒരു മനുഷ്യൻ തന്റെ മുഴുവൻ മനസ്സും ഹൃദയവും കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ അഗാധമായി ഇതര ചിന്തകൾ വെടിഞ്ഞു സ്നേഹിച്ചു മരിച്ച ഏതോ ഒരു മഹത് വ്യക്തി. ആരാണത്? അതെ, നമ്മുടെ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു, കുട്ടികളുടെ ഓമന ചാച്ചാജി. ചരിത്രവും കാലവും എന്നും ആവേശത്തോടെ ഓർക്കുന്ന ഈ മഹത് വ്യക്തിയെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അവരുടെ മനസ്സിൽ സ്മരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഈ ശിശുദിനത്തിൽ, നമ്മുടെ ദിനത്തിൽ കൂട്ടുകാരെ, നമ്മുടെ ചാച്ചാജിയെ ഞാൻ ഓർത്തിരിക്കും. അദ്ദേഹത്തിലെ പോക്കറ്റിലെ പനിനീർ പൂവിനെയും എന്നും ഞാൻ ഓർത്തിരിക്കും. കൂട്ടുകാരെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചു വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ. Once again, I wish my all best friends happy Children's Day. You are my best friends ever. Thank you. Jawaharlal Nehru, by name Pandit, born November 14, 1889, Allahabad, India, dead May 27, 1964, New Delhi, first Prime Minister of Independent India. 1947, Nehru was born to family of Kashmir Brahmins who had migrated to New Delhi early in the 18th century. He was the son of Motilal Nehru, who became one of the Mohandas Mahatma Gandhi's prominent associates. Jawaharlal Nehru was the eldest of 4 children, 2 whom were girls. A sister, Vijayalakshmi Pandit, later became the first woman president of the United National General Assembly. Until the age 16, Nehru was educated at home by a series of English governors and tutors. In 1905, he went to Harrow, a leading English school, where he stayed for 2 years. Nehru's academic career was in no way outstanding. From Harrow, he went to Trinity College, Cambridge, where he spent 3 years earning an honorary degree in natural science. On leaving Cambridge, he qualified as a barrister after 2 years at the Inner Temple, London, where, in his own words, he passed his examinations with neither glory nor ignominy.
friends, I am Prana Prakash from 7th A. Today I am here to say some words about Chachaji. Pandit Jawaharlal Nehru is the first Prime Minister of India. Pandit Nehru was born on 14th November 1889 in Allahabad. His father was Motilal Nehru, who was a lawyer by occupation. His mother was Swaraj Rani Nehru. He was quite famous among children. That's why children called him Chacha Nehru. Because of his love for children, the government celebrates his birthday as Children's Day. Chacha Nehru was a great leader who loved his country immersively. After India got independence, Nehru became the first Prime Minister of India. He was the man of inordinate vision. Also, he was a great leader, politician, and writer too. He was a man of peace and accord, but when he saw how Britishers treat Indians, he decided to join the freedom movement. During the freedom struggles, he faced many challenges. Even he went to jail many times for protesting against the Britishers. He and other leaders fought a great fight which results in the independence of the country. On 15th August 1947, India got its independence. And because of the efforts, Pandit Nehru was elected as the first Prime Minister of India. He was a modern and progressive thinker, and he always wants to make India a modern and citizen country. However, there was a difference in thinking of Mahatma Gandhi and Jawaharlal Nehru. Also, they have different ideologies towards society and citizens. Nehru wanted a modern India on the other land. Gandhiji was of ancient India. Nehru at all times wanted to go in a forward direction. Nehru says the children of today will make the India of tomorrow. I wish you a happy Children's Day. Thank you. ഹായ് ഫ്രണ്ട്സ്, ഞാൻ തമന്ന ജഹാൻ. ഞാൻ JDT ഇസ്ലാം ഹൈസ്കൂളിൽ 7th A പഠിക്കുന്നു. Pandit Jawaharlal Nehru was the first Prime Minister of India. He was born on 14th of November in the year 1889 in the Allahabad. During the freedom movement, he sent to jail several times. However, after independence of India in 1947, he became the first Prime Minister of India. He belonged to very rich family and had never any problems his entire childhood. The children call him Chacha Nehru, and on his birthday we celebrate Children's Day. He will keep rose in his pocket. Jawaharlal Nehru pinned a fresh red rose to his coat every day as a reminder of his life with his wife, Mrs. Kamala Nehru, who passed away in 1938.